ട്രാൻസ്ജെൻഡറുകളെ തമിഴിൽ പറയുക തിരുനെൻകൈകൾ എന്നാണ്. എല്ലാ വാക്കുകൾക്കും തമിഴ് നൽകുന്ന മനോഹാരിത ഇവിടെ ഈ പദത്തിനുമുണ്ട്. വ്യക്തിപരമായി തിരുനെൻകൈകൾ എന്ന വാക്ക് ട്രാൻസ്ജെൻഡറുകളെ വിശേഷിപ്പിക്കാനുള്ള ഏറ്റവും ഉചിതമായ വാക്കായി തോന്നുന്നു. അതിനുള്ള പ്രധാന കാരണം തിരുനെൻകൈകൾ എന്നതിന്റെ അർത്ഥം കൂടിയാണ്. അത് ദൈവത്തിന്റെ മക്കൾ എന്നാണ്. 2012 മാധ്യമം ആഴ്ച പതിപ്പിലെ PB അനൂപിന്റെ കവർ സ്റ്റോറിയാണ് ഒരു ഉഭയജീവിതത്തിന്റെ പരിണാമ കഥ എന്നത്. ആ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 2011 ഏപ്രിൽ 9 മദ്രാസ് തിയോളജിക്കൽ സെമിനാരി ആൻഡ് കോളേജിലെ ദൈവശാസ്ത്ര വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ്. ബിരുദം നേടിയ ഓരോ വിദ്യാർത്ഥികളെയായി വേദിയിലേക്ക് ക്ഷണിച്ചു. പ്രശസ്തി പത്രവും അനുമോദനവും നൽകാനായി. ഒടുവിലായി ആ വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയെ പേര് ചൊല്ലി വേദിയിലേക്ക് ക്ഷണിച്ചു. സദസ്സിൽ നിന്ന് അങ്ങിങ്ങായി ഉയർന്നു കേട്ട തണുപ്പൻ കയ്യടികൾക്കിടയിൽ മിസ് ഭാരതി എസ്തർ എന്ന് 3ാം തവണയും അനൗൺസ്മെന്റ് ഉയർന്നു. സദസ്സിന്റെ ഒരു മൂലയിൽ നിന്ന് മെലിഞ്ഞ ഒരു പെൺകുട്ടി വേദിയിലേക്ക് കടന്നു വന്നു. മുടിയിൽ മുല്ലപ്പൂ ചൂടി വിഷാദ ചിരിയുമായി കടന്നു വന്ന അവൾ സദസ്സിനെ നോക്കി കൈകൂപ്പി. അവളുടെ കണ്ണുകളിൽ വേദനയും ദൈന്യതയും ഈറനായി പടർന്നു കിടക്കുന്നു. അവളെ പുറത്തു തട്ടി അഭിനന്ദിച്ച ശേഷം ബിഷപ്പ് എസ്രാ സർഗുണം മൈക്ക് കയ്യിലെടുത്ത് സദസ്സിനെ നോക്കി പറഞ്ഞു: ഭാരതിയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി. സാധാരണ എല്ലാ വർഷവും മികച്ച നേട്ടം കൈവരിക്കുന്ന വിദ്യാർത്ഥികൾ ബിരുദദാന ചടങ്ങിന് ശേഷം തങ്ങളുടെ അനുഭവവും സ്വപ്നങ്ങളും ഈ വേദിയിൽ പങ്കുവയ്ക്കാറുണ്ട്. ഇത്തവണ നമുക്ക് പരിപാടിയിൽ ചെറിയൊരു മാറ്റം വരുത്താം. ആദ്യം ഭാരതിയുടെ പ്രസംഗം, പിന്നീട് മതി നമ്മുടെ പ്രശംസ. കാരണം ഭാരതിക്ക് പറയാൻ വേറിട്ടൊരു ജീവിതമുണ്ട്, പങ്കുവയ്ക്കാൻ ചുട്ടുപൊള്ളുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ബിഷപ്പ് മൈക്ക് ഭാരതിക്ക് കൈമാറി. അലസമായി പരിപാടി കണ്ടുകൊണ്ടിരുന്ന സദസ്സിലെ ഓരോരുത്തരിലും ആകാംക്ഷയുടെ തിരയിളക്കം തീർക്കുന്നതായിരുന്നു ഭാരതിയുടെ വാക്കുകൾ. ഒരു 100 ചോദ്യമുനകളുടെ കൂർത്ത നോട്ടങ്ങളുമായി എല്ലാവരും ഭാരതിക്ക് നേരെ തിരിഞ്ഞു. കാര്യമായ ഭാവപകർച്ചകളില്ലാതെ ഭാരതി മൈക്ക് ഏറ്റുവാങ്ങി. സ്വാഭാവിക രീതിയിൽ പ്രസംഗിക്കാനുള്ള ബുദ്ധിമുട്ടും ധൈര്യമില്ലായ്മയും സദസ്സിനോട് പങ്കുവച്ച ശേഷം പതിഞ്ഞ സ്വരത്തിൽ ഭാരതി പറഞ്ഞു: ആമുഖങ്ങളില്ലാതെ പറയട്ടെ, ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്. അതെ, നിങ്ങളിൽ പലരും പരിഹസിച്ച് പറയും പോലെ ആണും പെണ്ണും അല്ലാത്തവൾ. ഞാൻ പിറന്നത് ഒരാണായിട്ടാണ്. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തതും ജീവിക്കാൻ ആഗ്രഹിച്ചതും പെണ്ണായിട്ടാണ്. ഓർത്തു പറയാൻ ഒരുപാട് നല്ല ഭൂതകാലമൊന്നും എനിക്കില്ല. 1-2 നല്ലതും 1000 വേദനിപ്പിക്കുന്നതുമായ അനുഭവങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. സ്വന്തം അമ്മ പോലും തള്ളിപ്പറയുകയും ശപിക്കുകയും ചെയ്ത കൂടപ്പിറപ്പുകളുടെയും ചുറ്റിലുമുള്ള ഓരോരുത്തരുടെയും പരിഹാസവും ക്രൂരതകളും ഏറ്റുവാങ്ങിയ നിറം മങ്ങിയ ഒരു കുട്ടിക്കാലം. അല്പനേരം ഭാരതി മിണ്ടാതെ നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണീർ തുടച്ചപ്പോൾ ബിരുദദാന ചടങ്ങുകളുടെ ഭാഗമായി അണിഞ്ഞിരുന്ന ക്യാപ്പ് താഴെ വീണു. ഓർക്കുമ്പോൾ എല്ലാം കുപ്പിച്ചില്ല് പോലെ ഇപ്പോൾ തുളഞ്ഞു കയറുന്നു. എല്ലാവർക്കും ഞാനൊരു ഇരയായിരുന്നു. കൃത്യമായ കാരണങ്ങൾ പറയാൻ ആർക്കും കഴിയില്ലെങ്കിലും എല്ലാവരും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചു നോക്കിയിട്ടുണ്ട്. ഒന്നും എന്റെ കുറ്റം കൊണ്ടായിരുന്നില്ല എന്ന മറുപടിയാണ് എന്നിൽ ഉയർന്നു വന്നത്. പിന്നെ ആരുടെയാണ് കുറ്റം? മരണം പോലും ദയവ് കാട്ടാത്ത ഒരു ജന്മമായിരുന്നു എന്റേത്. മരണത്തിന് പോലും വേണ്ടാത്ത ഒരു ജീവിതം ജീവിച്ചു തീർക്കുക എന്നത് എത്ര കഠിനമാണെന്നറിയാമോ? അവിടെയാണ് ഞാൻ എന്റെ ദൈവത്തെ കണ്ടെടുത്തത്. ദൈവം എനിക്ക് എന്തെല്ലാമാണ് എന്നതിനേക്കാൾ എന്തൊക്കെ അല്ല എന്ന് പറയുന്നതാകും കൂടുതൽ എളുപ്പം. ദൈവത്തിനും എന്നെ പോലുള്ള 1000 ട്രാൻസ്ജെൻഡറുകൾക്കും വേണ്ടി കടം കൊണ്ട ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. സമൂഹം അറപ്പോടെ അടിച്ചോടിക്കുന്ന ആണും പെണ്ണുമല്ലാത്ത ദുരിത ജീവിതങ്ങൾക്ക് താങ്ങും തണലുമാവുകയാണ് എന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ക്രിസ്ത്യൻ പുരോഹിത ഭാരതി എസ്തറിന് പറയാനുള്ളതും മറ്റനേകം ട്രാൻസ്ജെൻഡറുകൾ അനുഭവിച്ച ക്രൂരതയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും കുത്തുവാക്കുകളുടെയും കഥകളിൽ നിന്ന് ഭിന്നമല്ല. പക്ഷെ ഭാരതി എസ്തറിനെ വ്യത്യസ്തയാക്കുന്നത് അവർ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പാതയിലൂടെയാണ്. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തൂത്തുക്കുടിയാണ് ഭാരതി രാജ എന്ന ഭാരതി എസ്തറിന്റെ ജന്മസ്ഥലം. ഒരു കടലോര ഗ്രാമം. അച്ഛൻ പേച്ചിമുത്തു, അമ്മ പാപ്പ. പേച്ചിമുത്തു ഒരു മിൽ തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ ഭാരതി രാജയെ ഒരു എഞ്ചിനീയർ ആക്കണമെന്ന് ആ അച്ഛൻ ആഗ്രഹിച്ചു. മുത്തശ്ശിയുടെ രാസാത്തി, അമ്മയുടെയും അച്ഛന്റെയും ഓമനപുത്രൻ. ഒരു അനുജനും 2 അനുജത്തിമാരുമായിരുന്നു ഭാരതി രാജയ്ക്ക്. എല്ലാ ട്രാൻസ്ജെൻഡറുകളുടെയും കുട്ടിക്കാലത്തെ പോലെ ഭാരതി രാജയും അനുജത്തിമാരുടെ വസ്ത്രങ്ങൾ അണിഞ്ഞു നോക്കുകയും കൺമഷി എഴുതുകയും പൊട്ടുതൊടുകയും
ആരും കാണാതെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് അതെല്ലാം ആസ്വദിക്കുകയും ചെയ്തിരുന്നു. കരപ്പറ്റ നാടാർ ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഭാരതി രാജയ്ക്ക് ഒപ്പമുള്ള ആൺകുട്ടികളെ, അവർ കളിക്കുന്ന കളികളെ, അവർ പറയുന്ന വിഷയങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ല. തന്റെ ഉള്ളിലെ പെണ്ണിനെ അവൻ പൂർത്തീകരിച്ചത് നാടകങ്ങളിലും നൃത്തങ്ങളിലുമെല്ലാം പെൺവേഷം കെട്ടിയാണ്. വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും അധ്യാപകരും പെമ്പിളമാതിരി നടപ്പിറേൻ എന്നും പെമ്പിളെ പയലെ എന്നും വിളിച്ച് പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ആ കുഞ്ഞു മനസ്സ് ഒരുപാട് പിടഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ വേദനയും അമ്മയുടെ തല്ലലും സഹോദരങ്ങളുടെ കുറ്റപ്പെടുത്തലും കുഞ്ഞു ഭാരതിയെ വല്ലാതെ ഉലച്ചു. 9 എന്ന് വിളിച്ച് കളിയാക്കിയ കൂട്ടുകാരും പോയി ചാകാൻ പറഞ്ഞ അമ്മയും അവനെ തളർത്തി. ഒപ്പം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയോട് തോന്നിയ പ്രണയം സഹോദരിയോട് പറഞ്ഞത് വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആരുമില്ലാത്തവന് ദൈവം തുണ എന്ന പറച്ചിൽ ഭാരതി രാജയുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ടാകാം. ദൈവത്തിന്റെ രൂപത്തിൽ ഭാരതി രാജയ്ക്ക് മുന്നിലേക്ക് വന്നത് പുതിയ അയൽക്കാരിയായ സെൽവരതിയാണ്. അവർ അവനെ തൂത്തുക്കുടിയിൽ തന്നെയുള്ള സെന്റ് പീറ്റേഴ്സ് ചർച്ചിലേക്ക് കൊണ്ടുപോയി. സെൽവരതി അക്കയാണ് യേശുവിനെ കുറിച്ച് ആദ്യമായി ഭാരതി രാജയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ചർച്ചിലെ പുരോഹിതനും വിദ്യാർത്ഥികളും അവനോട് സ്നേഹത്തോടെ പെരുമാറിയപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള അംഗീകാരം എന്താണെന്ന് അന്ന് ആദ്യമായി അവൻ മനസ്സിലാക്കി. വിഷമിച്ചപ്പോഴും ഒറ്റപ്പെട്ടപ്പോഴുമെല്ലാം ഭാരതി രാജ അൾത്താരയിൽ അഭയം തേടി. ചിലപ്പോൾ കരയുന്ന കനിവുള്ള തോറ്റുപോയ ഒരു മുഖത്തിനോട് കുഞ്ഞു ഭാരതി രാജയ്ക്ക് തോന്നിയ സമാനതകളാകാം അവനെ പള്ളിയിലേക്ക് നടുപ്പിച്ചത്. +2 കഴിഞ്ഞതോടെ പഠനം അവസാനിപ്പിക്കുകയും വീട്ടിലിരിക്കുകയും ചെയ്യേണ്ട അവസ്ഥ വന്നു ഭാരതി രാജയ്ക്ക്. 1000 തവണ സ്വയം ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് കരഞ്ഞ് തളർന്നുറങ്ങുന്ന ദിനങ്ങൾ, ഒറ്റപ്പെടലിന്റെ കടുത്ത വേദന, മരവിച്ചു തുടങ്ങിയ മനസ്സ്, സ്വയം കണ്ടെത്താനാവാത്ത, ആരും സഹായിക്കാൻ എത്താത്ത എല്ലാ ട്രാൻസ്ജെൻഡറുകളുടെയും ഏറ്റവും ദുസ്സഹ്യമായ കാലഘട്ടം. അവനവനെ തന്നെ കണ്ടെത്താനാകാതെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിലെത്തിയ ഭാരതി രാജ മറ്റനേകം ട്രാൻസ്ജെൻഡറുകളെ പോലെ ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ 2 ശ്രമങ്ങളും പരാജയപ്പെടുന്നു. വിഷം കഴിച്ചിട്ടും കൈഞ്ഞരമ്പ് മുറിച്ചിട്ടും പക്ഷെ ജീവിതം ഭാരതി രാജയെ തിരിച്ചു വിളിച്ചു. പിന്നീട് ജീവിക്കാൻ തന്നെ ഭാരതി രാജ തീരുമാനിക്കുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനായി ചേരുന്ന ഭാരതി സ്ത്രീയായി ജീവിക്കാൻ തീരുമാനമെടുത്തു. പക്ഷെ സ്വയം അംഗീകരിച്ചതിന് ഭാരതിക്ക് കിട്ടിയ സമ്മാനം, കൊടുക്കേണ്ടി വന്ന വില ചെറുതായിരുന്നില്ല. വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു, അതും സ്വന്തം അമ്മ. ഒരു ജോലി തേടി ഭാരതി ഒരുപാട് അലഞ്ഞു. ഒരുപാട് പേരുടെ പരിഹാസത്തിന് വിധേയമായി. ചീത്ത വിളികൾ കേട്ടു. കൂടെ കിടക്കാൻ വിളിച്ചു. തളർന്ന ഒരു ശരീരവും തളരാത്ത ഒരു മനസ്സുമായി ജോലി എന്ന ഉറച്ച തീരുമാനത്തോടെ ഭാരതി അലച്ചിൽ തുടർന്നു. ഒടുവിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി കിട്ടുന്നു ഭാരതിക്ക്. നല്ല രീതിയിലായിരുന്നു തുടക്കമെങ്കിലും അവിടെ വെച്ച് ഒരു കൂട്ടം ലോറി ഡ്രൈവർമാരാൽ ഭാരതി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. പിന്നീട് ചെന്നൈയിലേക്ക്, പൂർണ്ണമായും ഒരു സ്ത്രീയാകാൻ. അവിടെ വെച്ച് ഭിക്ഷാടനത്തിന് പോകേണ്ടി വരുന്നു ഭാരതിക്ക്. താൻ ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ ജീവിതം ഉപേക്ഷിക്കുന്നു ഭാരതി. പിന്നീടാണ് മദ്രാസ് തിയോളജിക്കൽ സെമിനാരിയൻ കോളേജിൽ ദൈവശാസ്ത്ര പഠനത്തിനായി ഭാരതി എത്തുന്നത്. ആ 4 വർഷക്കാലം ഭാരതിയുടെ നല്ല ജീവിതത്തിന്റെ തുടക്കകാലമായിരുന്നു. ആത്മീയത മാത്രമല്ല, സമൂഹത്തിൽ കഷ്ടപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന വിഭാഗത്തിനു വേണ്ടി കൂടിയാണ് ഭാരതി പൗരോഹിത്യം തിരഞ്ഞെടുത്തത്. 2000-ലാണ് ഭാരതി ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടത്. ട്രാൻസ്ജെൻഡർ എന്ന ഇംഗ്ലീഷ് പദത്തിന് തതുല്യമായ പദം മലയാളത്തിൽ നിലവിലില്ല. ഇത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. മുമ്പും സമാനമായ പരിശ്രമങ്ങൾ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും അതൊന്നും വിജയിച്ചില്ല. ഉചിതമായൊരു പദം ഉണ്ടാകുന്നത് ട്രാൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ നേരിടുന്ന അധിക്ഷേപകരമായ വിളികളെ കുറയ്ക്കാൻ സഹായിച്ചേക്കുമെന്നാണ് കരുതുന്നത്. അതിനായി 2022-ൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മത്സരം നടത്തിയിരുന്നു. പൊതുജനങ്ങളിൽ നിന്ന് 2000-ഓളം പേരുകൾ വന്നെങ്കിലും പലതും നല്ല മലയാളമല്ലാത്തതിനാലും അർത്ഥവ്യത്യാസങ്ങളുള്ളതിനാലും ഉപയോഗയോഗ്യമല്ലായിരുന്നു. മലയാള പദം കണ്ടെത്തും വരെ ട്രാൻസ്ജെൻഡർ എന്ന ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിക്കാനാണ് അന്ന് തീരുമാനമായത്. അതുപോലെ തന്നെ മലയാള ഭാഷയിൽ ഗെയ്സിനെയും ലെസ്ബിയൻസിനെയും സ്വവർഗാനുരാഗികൾ എന്ന് വിളിക്കുന്നതിലെ യുക്തി മനസ്സിലാകുന്നില്ല. ആണിനെയും പെണ്ണിനെയും പ്രണയിക്കുന്ന മനുഷ്യർക്ക് പേര് നൽകിയതാകട്ടെ, അവരെ നിർവചിച്ചതാകട്ടെ, അവരെ കുറിച്ച് തീരുമാനങ്ങൾ എടുത്തതാകട്ടെ, ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ ആണും പെണ്ണും ഉൾപ്പെടുന്ന ഒരു സമൂഹം. സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ മാധ്യമത്തിൽ വന്ന PB അനൂപിന്റെ ലേഖനത്തിൽ ഒരു വാചകം ഇങ്ങനെയാണ്:
പിറവിയിലെ പിഴവുകൾ കാരണം സമൂഹവും കുടുംബവും ഒറ്റപ്പെടുത്തിയവർ. ഇവിടെയുള്ള ഓരോരുത്തരും ജനനം കൊണ്ട് ആണോ പെണ്ണോ ആയിരുന്നു. പക്ഷേ ജീവിച്ചു തുടങ്ങിയപ്പോൾ തന്റെ ജന്മത്തിലെ പിഴവ് ഇവർ തിരിച്ചറിയുന്നു. സൃഷ്ടിയിൽ സംഭവിച്ച ഈ അപൂർണത ഇവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്നു. ഈ പിറവിയിലെ പിഴവ് തീരുമാനിച്ചത് ആരാണ് എന്നറിയില്ല. പിറവിയിലെ പിഴവില്ലായ്മകൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സൃഷ്ടിയിൽ സംഭവിച്ച അപൂർണത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയില്ല. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് അവരുടെ ചരിത്രം പഠിക്കുക എന്നത് അത്ര എളുപ്പമല്ല. എങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ലഘുചരിത്രം പറയാൻ ശ്രമിക്കുകയാണ്. 1950കളിലും 60കളിലുമായാണ് ട്രാൻസ്ജെൻഡറിസത്തിന്റെ വിവിധ മോഡേൺ തലങ്ങൾ, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ റോൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായി തുടങ്ങുന്നത്. മനുഷ്യൻ എത്തി നിൽക്കുന്ന 21ാം നൂറ്റാണ്ടിലാണെങ്കിൽ പോലും ട്രാൻസ്ജെൻഡറിസത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ഇടങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് വിഷമമുള്ളതും അപകടകരവുമാണ്. മനുഷ്യരുള്ളപ്പോൾ മുതൽ, ആണും പെണ്ണും ഉള്ളപ്പോൾ മുതൽ ട്രാൻസ്ജെൻഡേഴ്സും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ചരിത്രം അന്വേഷിച്ചു പോകുമ്പോൾ കുറച്ചധികം പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. ക്ലാസിക്കൽ എറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന BC 8ാം നൂറ്റാണ്ടിനും AD 5ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്ന പുരോഹിതന്മാരായ ഗള്ളി യൂനക്കുകൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് എന്ന് പറയപ്പെടുന്നു. ഫ്രിജിയൻ ദേവതയായ സൈബലിനെ ആരാധന നടത്തിയിരുന്ന വൃഷണഛേദം നടത്തപ്പെട്ട പുരുഷന്മാരെയാണ് ഗള്ളി യൂനക്കുകൾ എന്ന് വിളിച്ചിരുന്നത്. 1296-97 കാലയളവിൽ കംബോഡിയയിലും തായ്ലൻഡിലും ലാവോസിലും ട്രാൻസ്ജെൻഡറുകളെ കാത്തോയി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യയിൽ അത് ഹിജറയായിരുന്നു. അറവാണി, അറുവാണി, ജോഗപ്പ എന്നിങ്ങനെ നാടും സംസ്കാരവും മാറുന്നതിനനുസരിച്ച് പേരുകൾ മാറിക്കൊണ്ടേയിരുന്നു. അപ്പോഴും പേരിലുള്ള അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും നിലനിന്നു. ഇന്ത്യയിൽ 1206 അതായത് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലും 1707 വരെ മുഗൾ കാലഘട്ടത്തിനും ഇടയിലാണ് ഹിജറ എന്ന ഐഡന്റിറ്റി ഉയർന്നു വരുന്നത്. അമേരിക്കയിൽ പ്രീ കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ നദ്ലീഹി എന്നും ഇഹമാന എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന ട്രാൻസ്ജെൻഡർ സമൂഹം ജീവിച്ചിരുന്നു. C 7ാം നൂറ്റാണ്ടിൽ അറേബ്യയിലും ഖനിത് എന്ന് വിളിച്ചിരുന്ന ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടായിരുന്നു. കലോനിമസ് ബെൻ കലോനിമസ് എന്ന ജൂവിഷ് ഫിലോസഫർ ഇത്തരത്തിൽ ജെൻഡർ ഡിസ്ഫോറിയ അനുഭവിച്ച ഒരാളായിരുന്നു. അമേരിക്കയിലെ പബ്ലിക് യൂണിവേഴ്സൽ ഫ്രണ്ട് എന്നറിയപ്പെടുന്ന ജെമീമ വിക്കിൻസൺ തന്റെ ജന്മനാമവും ജെൻഡറും ഉപേക്ഷിച്ചത് 1776ലാണ്. സെക്ഷൽ റീഅസൈൻമെന്റ് സർജറികൾ 20ാം നൂറ്റാണ്ടിൽ തന്നെ വ്യാപകമായിരുന്നു. അമേരിക്കൻ ആക്ട്രസും സിംഗറുമായ ക്രിസ്റ്റ്യൻ ജോർഗൻസണും ഫ്രഞ്ച് ആക്ട്രസും സിംഗറും ആക്ടിവിസ്റ്റുമായ കൊച്ചിനെല്ലയും ഇത്തരത്തിൽ സെക്ഷൽ റീഅസൈൻമെന്റ് സർജറികളിലൂടെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടവരും ഇതിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരുമാണ്. ക്രിസ്റ്റ്യൻ ജോർഗൻസണിന്റെ 1967ലെ ആത്മകഥ ക്രിസ്റ്റ്യൻ ജോർഗൻസൺ എ പേഴ്സണൽ ഓട്ടോബയോഗ്രഫി ഏകദേശം 4,50,000 കോപ്പികൾ വിറ്റിരുന്നു. തന്റെ കരിയറിൽ ഉടനീളം അവർ കോളേജുകളിൽ ട്രാൻസ്സെക്ഷുവാലിറ്റി എന്ന വിഷയത്തിൽ പ്രഭാഷണങ്ങൾ നടത്തി. പിന്നീട് ട്രാൻസ്സെക്ഷൽ എന്ന പദവുമായി അവർ വിയോജിക്കുകയും ട്രാൻസ്ജെൻഡർ എന്ന പദത്തിന് മുൻഗണന നൽകുകയും ചെയ്തിരുന്നു. ന്റെ മധ്യം വരെ ട്രാൻസ്ജെൻഡർ എന്ന ഐഡന്റിറ്റി വ്യക്തമായി നിർവചിക്കപ്പെടുകയോ തിരിച്ചറിയപ്പെടുകയോ അതുകൊണ്ട് തന്നെ അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ ട്രാൻസ്ജെൻഡറിന്റെ ചരിത്രം പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ട്രാൻസ്ജെൻഡർ എന്നത് ഒരു കണ്ടംപററി വാക്കാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ ട്രാൻസ്ജെൻഡറുകളുടെ ജീവിതം അവർക്ക് സ്വയം പോലും നിർവചിക്കാനായിട്ടുണ്ടാവില്ല എന്നാണ് LGBT കമ്മ്യൂണിറ്റിയുടെ ചരിത്രവും അതിജീവനവും ആദ്യമായി വിവരിക്കപ്പെട്ട എ ക്യൂർ ക്യാപിറ്റൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവും ട്രാൻസ്ജെൻഡർ എഡ്യൂക്കേറ്ററുമായ ജെന്നി ബീമിന്റെ നിരീക്ഷണം. 2015 പുറത്തിറങ്ങിയ ടോം ഹൂപ്പർ സംവിധാനം ചെയ്ത ഡാനിഷ് ഗേൾ എന്ന സിനിമ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതും അതുപോലെ വിമർശിക്കപ്പെടുകയും ചെയ്ത ഒന്നാണ്. ലിലി എൽബെ എന്നറിയപ്പെടുന്ന ലിലി ഇൽസെ എൽവനസ് ഒരു ഡാനിഷ് ചിത്രകാരിയാണ്. എയ്ന വെഗ്നർ എന്ന പേരിൽ 1882 പുരുഷനായി ജനിക്കുകയും 1930 തന്റെ പേര് ലിലി എന്ന് മാറ്റുകയുമായിരുന്നു. യൂട്രസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന ട്രാൻസ് വുമൺ ആണ് ലിലി. പക്ഷെ പിന്നീടുണ്ടായ സങ്കീർണതകൾ മൂലം 48ാമത്തെ വയസ്സിൽ അവർ മരണമടയുന്നു. അമേരിക്കയിൽ 1970 ഡയാന ബോയ്ലു സെക്സ് റീഅസൈൻമെന്റ് സർജറിയിലൂടെ കാനഡയിലെ ആദ്യത്തെ ജെൻഡർ അഫോമിംഗ് സർജറി ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ വിമണായി മാറി.
2012 കനേഡിയൻ മോഡലും ടെലിവിഷൻ അവതാരികയുമായ ജെന്ന തലാക്കോവ ട്രാൻസ് ആയതിന്റെ പേരിൽ മിസ് യൂണിവേഴ്സ് കാനഡ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് വാർത്തയായിരുന്നു. എന്നാൽ അവർ നിയമപരമായി അതിനെ നേരിടുകയും കേസിൽ വിജയിക്കുകയും മത്സരത്തിന്റെ അവസാന ഘട്ടം വരെ എത്തുകയും ചെയ്തിരുന്നു. മെക്സിക്കൻ റവല്യൂഷന്റെ കാലത്ത് അമേലിയോ റോബിൻസ് ആബില എന്ന ആർമി ഓഫീസർ പുരുഷന്മാരെ പോലെ വസ്ത്രധാരണം ചെയ്യാനും ഇടപെടാനും തുടങ്ങിയതും അദ്ദേഹത്തിന്റെ നേതൃപാഠവും കഴിവും കൊണ്ട് കേണൽ പദവി ലഭിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, തന്നെ ആരെങ്കിലും സ്ത്രീ എന്ന് വിളിക്കുകയാണെങ്കിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ഒരിക്കൽ അദ്ദേഹത്തെ ആക്രമിച്ച് ശാരീരികമായി അവഹേളിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് 2 പേരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നൽകുന്ന അർത്ഥം a person whose lifestyle appears to conflict with the gender norms of a society or culture എന്നാണ്. അതായത് ഒരു സമൂഹത്തിന്റെയോ സംസ്കാരത്തിന്റെയോ മാനദണ്ഡങ്ങളുമായി ബന്ധമില്ലാത്ത, അതിനോട് വിരുദ്ധമായി കാണപ്പെടുന്ന ജീവിത രീതികളോട് കൂടിയവർ എന്നത്. ഈ നിർവചനത്തിൽ പറയുന്നത് പോലെ സമൂഹവും സംസ്കാരവും പറയുന്ന രീതികളിൽ നിന്ന് വിഭിന്നമാണ് എന്നത് തന്നെയാണ് മനുഷ്യരുണ്ടായ കാലം മുതൽ ട്രാൻസ്ജെൻഡറുകൾ അനുഭവിച്ചു വരുന്ന ദുരിതങ്ങളുടെ കാരണം. പറഞ്ഞതും അറിഞ്ഞതും തെറ്റാണെങ്കിലും ചിലത് തിരുത്താനാവാത്ത വിധം മനുഷ്യന്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നതിന്റെ അപകടം വളരെ വലുതാണ്. മനസ്സും തലച്ചോറും എത്ര വളർന്നിട്ടും മനുഷ്യന്റെ കൈകൾ ആകാശങ്ങൾക്കപ്പുറം എത്തിയിട്ടും വൈകുന്നേരങ്ങളിൽ പേപ്പറിൽ തീ കത്തിച്ച് മുറ്റത്തിട്ട് മൂശയട്ടെ പുറത്തു കളയുന്ന മലയാളിക്കും ഭാഷയിലും സംസ്കാരത്തിലും ലോകത്ത് മുന്നിട്ട് നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ട്രാൻസ്ജെൻഡറുകളെ പലപ്പോഴും അംഗീകരിക്കാനാവുന്നില്ല. ലിംഗം എന്ന അർത്ഥം വരുന്ന ജെൻഡർ എന്ന പദത്തിനോട് പ്രീഫിക്സ് ആയ ട്രാൻസ് എന്ന പദം ചേർത്താണ് ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ട്രാൻസ് എന്നാൽ ഓൺ ദി അതർ സൈഡ് ഓഫ്, അല്ലെങ്കിൽ അപ്പുറത്തേക്ക്, അതീതമായത് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഭിന്നലിംഗർ എന്നാണ് മലയാള ഭാഷ തർജ്ജമയെങ്കിലും ട്രാൻസ്ജെൻഡർ എന്ന പദമാണ് കേരള സർക്കാർ ഔദ്യോഗികമായി ഇപ്പോഴും അംഗീകരിച്ചിട്ടുള്ളത്. 1965 കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രിസ്റ്റായ ജോൺ എഫ് ഒലിവൻ തന്റെ റെഫറൻസ് പുസ്തകമായ സെക്ഷൽ ഹൈജീൻ ആൻഡ് പത്തോളജി എന്ന പുസ്തകത്തിൽ ട്രാൻസ്ജെൻഡറിസം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 1979 വെർജീനിയ പ്രിൻസ് എന്ന അമേരിക്കൻ ട്രാൻസ് സ്ത്രീയാണ് ട്രാൻസ്ജെൻഡർ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. ഒളിമ്പിക്സിൽ പോലും സ്ത്രീ വിഭാഗങ്ങളിൽ മത്സരിക്കാൻ ട്രാൻസ് സ്ത്രീകളെ അനുവദിച്ചത് 2004 മാത്രമാണ്. JK റൗളിംഗിനെ പോലുള്ള എഴുത്തുകാർ ട്രാൻസ് സ്ത്രീകളെ സ്ത്രീകളായി തന്നെ കാണണമെന്ന് വാദിക്കുന്നവരാണ്. 2008 പുറത്തിറങ്ങിയ പ്രൊഫസർ സൂസൻ സ്ട്രൈക്കർ എഴുതിയ ട്രാൻസ്ജെൻഡർ ഹിസ്റ്ററി എന്ന പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. 19ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ 2000 ആണ്ട് വരെയുള്ള അമേരിക്കയിലെ ട്രാൻസ്ജെൻഡറുകളുടെ ചരിത്രം പറയുന്ന ട്രാൻസ്ജെൻഡർ ഹിസ്റ്ററി 5 ചാപ്റ്ററുകളായാണ് തരംതിരിച്ചിട്ടുള്ളത്. ട്രാൻസ്ജെൻഡർ എന്ന വാക്കിനും ആശയത്തിനുമുള്ള സ്ട്രൈക്കറിന്റെ നിർവചനത്തിൽ തുടങ്ങി 1850 മുതൽ 1980 വരെയുള്ള ട്രാൻസ്ജെൻഡറുകളുടെ ചരിത്രവും പിന്നീട് അവർ നേടിയെടുത്ത, അല്ലെങ്കിൽ ഇപ്പോഴും നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അവകാശ പോരാട്ടങ്ങളും 1970കളിലും 80കളിലും ട്രാൻസ്ജെൻഡർ മൂവ്മെന്റിന് നേരിടേണ്ടി വന്ന തിരിച്ചടികളും ജെൻഡർ ഡിസ്ഫോറിയയെ കുറിച്ചും 90കളിൽ വിവിധ മേഖലകളിലായി ഉണ്ടായി തുടങ്ങിയ മാറ്റങ്ങളുമാണ് ട്രാൻസ്ജെൻഡർ ഹിസ്റ്ററി പറഞ്ഞു വെക്കുന്നത്. ട്രാൻസ്ജെൻഡർ പോളിസി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. തുല്യനീതി, വ്യക്തി സ്വാതന്ത്ര്യം, മുഖ്യധാരയിലെ പങ്കാളിത്തം, തടസ്സങ്ങളില്ലാത്ത വിദ്യാഭ്യാസം ഇവയെല്ലാം ഉറപ്പുവരുത്തുന്നതാണ് ഈ നയം. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകുന്നത് കൂടാതെ ട്രാൻസ്ജെൻഡർ സെല്ലും സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹിക നീതി വകുപ്പ് ഇവരുടെ സഹായത്തിനുണ്ട്. എന്നാൽ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇവരെ ലൈംഗിക തൊഴിലാളിയായും ഭിക്ഷക്കാരായും കരുതുന്നവരും പുച്ഛിച്ചിരിക്കുന്നവരും ഇപ്പോഴും നമുക്കിടയിലുണ്ട്. ഏതൊരു പൗരനെയും പോലെ ട്രാൻസ്ജെൻഡേഴ്സിനും ഒരു വ്യക്തിയിൽ നിന്ന് ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്ന ആക്രമണം ഉണ്ടായാൽ നിലവിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ശിക്ഷിക്കാനുള്ള വിവിധ വകുപ്പുകളുണ്ട്. 2019 നിലവിൽ വന്ന ദി ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് നിയമത്തിലും ഇവരുടെ സുരക്ഷയ്ക്കായുള്ള വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ കുട്ടിക്കാലം മുതലേ ട്രാൻസ്ജെൻഡേഴ്സ് ആകാം. പക്ഷേ കൗമാരപ്രായം എത്തുമ്പോഴോ മുതിർന്ന വ്യക്തിയാകുമ്പോഴോ മാത്രമാകും തിരിച്ചറിയുക.
കുട്ടിയുണ്ടായ ശേഷമോ ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷമോ ഈ ഭാവത്തിലെത്തുന്നവരുമുണ്ട്. അവർക്ക് അവരെ വെളിപ്പെടുത്താൻ സാധിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ വൈകി മാത്രം താൻ ട്രാൻസ് ആണെന്ന് തിരിച്ചറിയുന്നതോ ആകാം കാരണം. ഒരു കുഞ്ഞിന് കുട്ടിക്കാലത്ത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടണമെന്നില്ല. അവന് കൗമാരപ്രായം അല്ലെങ്കിൽ പ്യൂബർട്ടി എത്തുമ്പോഴാകും ചിന്തകൾ മാറുന്നത്. കുട്ടിയുടെ ചിന്തയെ ബഹുമാനിക്കുകയും അവന് സ്നേഹവും പിന്തുണയും നൽകുകയുമാണ് വേണ്ടത്. ഒരിക്കലും ആണിനെ പോലെ അല്ലെങ്കിൽ പെണ്ണിനെ പോലെ പെരുമാറൂ എന്ന് നിർബന്ധിക്കരുത്. ചിലർ തങ്ങളുടെ ഉള്ളിലെ തോന്നലുകൾ അനുസരിച്ച് വസ്ത്രധാരണം, പേര്, തലമുടിയുടെ സ്റ്റൈൽ ഇതിലൊക്കെ മാറ്റം വരുത്തും. ചിലരാകട്ടെ ഹോർമോൺ ഉപയോഗിച്ചും ശസ്ത്രക്രിയ വഴിയും തന്റെ ചിന്തയിലെ രൂപത്തിലേക്ക് എത്തും. ജെൻഡർ ഐഡന്റിറ്റിയെ പറ്റി മറ്റുള്ളവരോട് പറയാൻ തീരുമാനിക്കുന്ന നിമിഷമാണ് കമ്മിങ് ഔട്ട് എന്ന് പറയുന്നത്. ഒരു വലിയ പടിയാണ് അവർ താണ്ടുന്നത്. മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു ഊഹവും കാണില്ല. ചിലപ്പോൾ വീട്ടുകാർ ഉൾപ്പെടെ ഇവരെ പിന്തുണയ്ക്കും. ചിലരാകട്ടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ചിലർ ഒരിക്കലും ഇവരെ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. ട്രാൻസ് ആയ വ്യക്തിയെ മനസ്സിലാക്കാനും ബഹുമാനത്തോടെ അയാളോട് ഇടപെടാനും നമുക്ക് സാധിക്കണം. അവരെ തുറിച്ചു നോക്കലും കളിയാക്കലും പുച്ഛിച്ചിരിക്കലും ഒഴിവാക്കണം. ഇന്ത്യയിൽ ഇന്ന് ജഡ്ജി, പോലീസ് ഓഫീസർ, കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങി നിരവധി തസ്തികകളിൽ ജോലി ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. കേരളത്തിലും ട്രാൻസ് ആയവരെ അംഗീകരിക്കുന്ന സമൂഹവും അവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്ന മനുഷ്യരുമുണ്ടത് എന്നത് നല്ല കാര്യമാണ്. ശീതൾ ശ്യാം, അഞ്ജലി അമീർ, രഞ്ജി രഞ്ജിമാർ, സാര ഷേഖ്, ആദ്യ ട്രാൻസ് ദമ്പതിമാരായ സൂര്യ ഇഷാൻ, വിമാനം പറത്താൻ യോഗ്യത നേടിയ ആദം, മെട്രോയിൽ ജോലി നേടിയ നിരവധി പേർ, ഇവരെല്ലാം സ്വന്തം ഐഡന്റിറ്റി തെളിയിച്ച് അഭിമാനത്തോടെ ജീവിത വിജയം നേടിയവരാണ്. വേദനയും പരിഹാസവും അവഗണനയും ശാരീരിക മാനസിക പീഡനങ്ങളും നേരിട്ട് തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിയവർ. വെളിപ്പെടുത്താനാകാത്ത നിരവധി പേർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ സുഹൃത്തോ പരിചയക്കാരനോ ആവാം. അവനെ അല്ലെങ്കിൽ അവളെ അവഗണിക്കാതെ ഉപദ്രവിക്കാതെ ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക, പിന്തുണയ്ക്കുക, കൂടെ നിൽക്കുക. ഭാരതി രാജയുമായി PB അനൂപ് നടത്തിയ സംഭാഷണത്തിൽ ഭാരതീയസ്ഥർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. മാലാഖമാർ സ്ത്രീയാണോ പുരുഷനാണോ രണ്ടുമല്ലെന്നാണ് വിജ്ഞാനികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡറുകൾ മാലാഖമാരോട് അടുത്തു കിടക്കുന്നവരാണ്. ഞങ്ങൾ ആരെക്കാളും മുകളിലാണെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷേ സ്ത്രീയുടെയും പുരുഷന്റെയും പ്രശ്നങ്ങളെ ഒരുപോലെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും. വ്യക്തിപരമായും ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുക കൂടി ചെയ്ത ഭാരതി എസ്തറിന്റെ സംഭാഷണത്തിന്റെ അവസാന വരികൾ ഇങ്ങനെയാണ്: അമ്മയെ പോലെ സ്നേഹിക്കാനും അച്ഛനെ പോലെ ശാസിക്കാനും ഞങ്ങൾക്കാകും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ. ദിസ് ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർട്ടിസ്റ്റ്.